ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. അതായത് നമ്മളൊരു വാഹനം നിർത്തുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടി വാഹനം നല്ല രീതിയിൽ സ്ലോ ചെയ്തതിന് ശേഷം പിന്നീട് ക്ലച്ചും കൂടെ ചവിട്ടിയാണോ ഒരു വാഹനം നിർത്തേണ്ടത്, അതോ വാഹനം നിർത്താനായിട്ട് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ആദ്യം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ച് വാഹനം കുറച്ച് ദൂരം റൺ ചെയ്ത് പിന്നീട് നമ്മൾ ബ്രേക്കും കൂടെ ചെയ്താണോ ഒരു വാഹനം നിർത്തേണ്ടത്? ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് വാഹനം നിർത്തുന്ന സമയത്ത് ചിലപ്പോൾ വാഹനം പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ രണ്ട് മെത്തേഡും നമ്മൾ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ ആ സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദാഹരണ സഹിതം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാർ ഡ്രൈവിങ്ങിൽ ഏതൊരു തുടക്കക്കാരനും, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരാളായിക്കോട്ടെ, ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ട്യൂട്ടോറിയൽ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടിയാണോ വണ്ടി നിർത്തേണ്ടത്, അതോ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്താണോ വാഹനം നിർത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ഞാൻ വാഹനം ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വാഹനം മുന്നോട്ടെടുക്കാൻ പോകണം. മുന്നോട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്ക് ചെയ്യുന്നെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ച് നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലാണ് എൻ്റെ വാഹനം നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു. വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു. ആ പ്രോപ്പർ ഹാഫ് ക്ലച്ച് പോയിന്റ് ഞാനിവിടെ ബാലൻസ് ചെയ്തു. അതായത് ആ വൈബ്രേഷൻ ഉണ്ടാകുന്ന, നന്നായിട്ട് വിറയ്ക്കുന്ന അല്ലെങ്കിൽ വണ്ടി മൂവ് ആകുന്ന ആ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ചേ നയിച്ച് വണ്ടി ഇങ്ങനെ നീക്കിയിട്ട് എൻ്റെ വാഹനം ഇവിടെ എനിക്ക് വീണ്ടും ഒന്ന് സ്ലോ ചെയ്യണം. സ്ലോ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ക്ലച്ച് ചവിട്ടി പിന്നീട് ബ്രേക്കിലേക്ക് വന്ന് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ നിർത്തി. നിങ്ങൾ നോക്കുക, ആദ്യം ക്ലച്ച് ചവിട്ടി രണ്ടാമത് ബ്രേക്കിലേക്ക് വന്ന് എൻ്റെ വണ്ടി നിർത്തി. വീണ്ടും ഞാൻ വണ്ടി എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ വാഹനത്തെ ഇങ്ങനെ മുന്നോട്ടെടുക്കുന്നു. ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വാഹനം ഇതുപോലെ മുന്നോട്ട് വരികയാണ്. എന്നിട്ട് എൻ്റെ വണ്ടി ഇവിടെ ഇതുപോലെ സൈഡ് ഒതുക്കി നിർത്തണം. ചെറിയൊരു കയറ്റമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി രണ്ടാമത് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി. അപ്പം നമ്മളൊരു വാഹനം പതുക്കെ നിർത്തിയെടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ വാഹനം നിർത്താനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതല്ല, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വാഹനം നിർത്തുക എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ വാഹനം ഈ കയറ്റത്തെടുത്ത് വണ്ടി ഇതുപോലെ ഇവിടെ വന്നു. ഇനി എനിക്ക് വണ്ടി നിർത്താനായിട്ട് ഞാൻ ആദ്യം ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് രണ്ടാമതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഓൾറെഡി പതുക്കെ മുന്നോട്ട് മൂവ് ആകുകയാണ്. എന്നിട്ട് വാഹനം നമ്മൾ അവിടെ നിർത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഓൾറെഡി വണ്ടിയുടെ റണ്ണിങ് കുറവാണ്. അപ്പം നമ്മൾ ആദ്യം കയറി ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി വാഹനത്തിന് വേഗത കുറയ്ക്കാനായിട്ട് ശ്രമിച്ചാൽ ഓൾറെഡി വേഗത കുറവുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, വണ്ടി അവിടെ എൻജിൻ ഇടിച്ചിടിച്ച് നിൽക്കും. അപ്പം നമ്മൾ അവിടെ ആദ്യം കയറി അങ്ങ് ക്ലച്ച് ചവിട്ടിയാലോ ഓൾറെഡി വണ്ടിയുടെ വേഗത കുറവാണ്. അപ്പം നമ്മൾ വണ്ടി നിർത്താനായിട്ട് ആദ്യം കയറി ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, വാഹനം ഒരു കാരണവശാൽ എൻജിൻ ഓഫായി വാഹനം നിൽക്കത്തില്ല. നമുക്ക് നോർമലായിട്ട് ഒരു കണ്ടീഷനിൽ നമുക്ക് വാഹനം നിർത്താം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു വാഹനം നിർത്തി മുന്നോട്ടെടുക്കുന്ന ഏത് സന്ദർഭത്തിലും നമ്മൾ വാഹനം മുന്നോട്ടെടുത്തിട്ട് നിർത്തുന്ന സമയത്ത് ആദ്യം ക്ലച്ചിലേക്ക് വരിക, ബ്രേക്കിലേക്ക് വരിക. ഇനി ഒരു വാഹനം തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ഈ ഒരു കയറ്റത്ത് എൻ്റെ വണ്ടി മുന്നോട്ടെടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക, ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വരുന്നു. ഫസ്റ്റ് ഗിയറിൽ വന്നതിന് ശേഷം എൻ്റെ വാഹനം എനിക്കിത് ഇവിടെ ഒന്ന് തിരിക്കണം. ഇപ്പം നമുക്കിവിടെ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് എൻ്റെ വാഹനത്തിൻ്റെ മുൻവശം ഒന്ന് കയറ്റുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട്
ഒന്ന് കയറുന്നു, ഇടത്തേക്കാല് ക്ലച്ചിലുണ്ട്. എന്നിട്ട് വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്തു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് എൻ്റെ വാഹനം നേരെ ബാക്കിലേക്ക് ഇറങ്ങണം. നിങ്ങൾ നോക്കുക, ഇതൊരു തിരക്കില്ലാത്ത ഏരിയ ആണ്, അവിടെയായിട്ടാണ് നമ്മൾ വാഹനം തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇങ്ങോട്ട് വരും. ഇപ്പോൾ ഇവിടെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. റൈറ്റ് സൈഡിലേക്കുള്ള സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇൻഡിക്കേറ്റർ നമ്മൾ പതിയെ കൊടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണ്. ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വരുന്നു. വീണ്ടും വണ്ടി നിർത്താനായിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് ആദ്യം ചവിട്ടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. അപ്പം നമ്മളൊരു വാഹനം പതുക്കെ എടുത്ത് വണ്ടി തിരിക്കുന്ന സമയത്തും വണ്ടി നിർത്തി വാഹനം മുന്നോട്ടെടുക്കുന്ന ഏതൊരു സന്ദർഭത്തിലും എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്ക് ചവിട്ടി ഒരു വാഹനം നിർത്തുക. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പോയിന്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ബ്രേക്കിലേക്ക് വന്ന് രണ്ടാമത് ക്ലച്ച് ചവിട്ടി എപ്പോഴാണ് എവിടെയൊക്കെയാണ് വാഹനം നിർത്തേണ്ടതെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ വാഹനം ഇവിടെ എടുത്തു. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ പോവാണ്, സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. വീണ്ടും ഞാൻ ചെറിയൊരു കയറ്റം ഇങ്ങോട്ട് കയറി വരുന്നു. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ എൻ്റെ വാഹനം പോവാണ്. ഇങ്ങനെ എൻ്റെ വാഹനം മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. ഇങ്ങനെ മൂന്നാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് എനിക്ക് നിർത്തണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓൾറെഡി വണ്ടിക്ക് വേഗത കൂടുതലാണ്. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഒരു വാഹനമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് വന്ന് ക്ലച്ച് പിടിച്ചതുകൊണ്ട് എൻ്റെ വാഹനം ഞാനിവിടെ സ്ലോ ചെയ്തു. ഒപ്പം തന്നെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഞാൻ എൻ്റെ വാഹനം കണ്ട് ഇവിടെ മുന്നോട്ടെടുത്ത്. എന്തുകൊണ്ടാണ് അവിടെ ബ്രേക്കിലേക്ക് നമ്മളുടെ കാല് വന്നത്? ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. തേർഡ് ഗിയറിൽ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇവിടെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രേക്കിൽ വന്ന് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയാണ്. സ്പീഡുള്ള ഒരു വാഹനമായതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ക്ലച്ചും കൂടെ ചവിട്ടി എൻ്റെ വാഹനം ഞാൻ സൈഡിലേക്ക് ഒതുക്കുകയാണ്. അപ്പം നമ്മൾ ബ്രേക്കിലേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി വാഹനം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വാഹനം ആവറേജ് വേഗതയിൽ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം. അപ്പം നമ്മൾ ആദ്യം വണ്ടിയുടെ വേഗത കുറയ്ക്കുക എന്ന പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത പതിയെ കുറയ്ക്കുന്നു. വേഗത കുറഞ്ഞു, ആവറേജ് കുറഞ്ഞു എന്ന് കരുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്ന സമയത്ത് ബ്രേക്കിൻ്റെ അളവ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ ഇടിച്ച് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, വേഗത കുറയുന്നതിനനുസരിച്ച് നമ്മൾ ബ്രേക്കിനോടൊപ്പം പതിയെ ക്ലച്ചും കൂടെ ചവിട്ടും. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ സൈഡിലേക്ക് നിർത്താം. അപ്പം നമ്മൾ ആവറേജ് സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടി നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ബ്രേക്കിലേക്ക് വരിക, അതിനുശേഷം ക്ലച്ച് ചവിട്ടി ഒരു വാഹനം നിർത്തുക. എന്നാൽ വാഹനം നമ്മൾ ഇതുപോലെ പതിയെ വരുന്ന സമയത്താണെങ്കിലോ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്, എനിക്ക് എൻ്റെ വണ്ടി ഇവിടെ നിർത്തണം, പതിയാണ് വരുന്നത്. ഞാൻ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, കണ്ടോ. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വാഹനം ഞാൻ ഇവിടെ മുന്നോട്ട് എടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ എന്ത് ചെയ്യുന്നു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി നാലാമത്തെ ഗിയറിലേക്ക് വരുന്നു. ഇവിടെ എനിക്ക് വണ്ടി സൈഡിലേക്ക് ഒതുക്കണം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി പതിയെ ഇറങ്ങി വന്നതിന് ശേഷം എന്ത് ചെയ്തു, വണ്ടി നിർത്തുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി വാഹനം നിർത്തി. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എപ്പോൾ ആദ്യം ബ്രേക്കേ വരണം, അതിനുശേഷം ക്ലച്ചേ വരണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ധാരണ കിട്ടും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. വീണ്ടും നാളെ നമുക്ക് മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.